വാ ഇങ്ങോട്ട് വാടി. എന്താ സച്ചി മോനെ, എന്തെങ്കിലും വേണോ? അത് കമലാമ്മേ. മോളെ, നീ ചായ കൊടുത്തില്ലായിരുന്നു? കൊടുത്തതാ കമലാമ്മേ. ഇപ്പൊ വന്നിരിക്കുന്ന എന്തിനാന്ന് എനിക്കറിയൂല. എന്താ മോനെ? ഞാൻ വെറുതെ ഈ വഴി പോയപ്പോ കിച്ചണൊക്കെ ഒന്ന് കാണാന്ന് വെച്ചു. അത് കൊള്ളാലോ, നല്ല കാര്യം. ശരിയാക്കി തരാടി. മുമ്പ് പോയില്ലേ? ആ ഞാൻ പോവാ. മോള് പൊക്കോ. പാവം മോൻ എത്ര നേരായി ഇവിടെ കിടന്ന് ഒളിഞ്ഞു നോക്കുന്നു. ചെല്ല്. കമലാമ്മേ, അത് അവര് വട്ടായിട്ടാ. കമലാമ്മ അതൊന്നും ശ്രദ്ധിക്കണ്ട. അല്ല മോളെ, കമലാമ്മക്ക് മനസ്സിലാവും. ഈ പ്രായമൊക്കെ കഴിഞ്ഞല്ലേ കമലാമ്മയെ വന്നേ. ചെല്ല്. പക്ഷേ ഈ കറി അത് ഞാൻ നോക്കിക്കോളാം. മോള് ചെല്ല്. ഇങ്ങോട്ട് വാടി. നിനക്ക് എന്താണ് എന്നെ ഒന്നും മൈൻഡ് ചെയ്താ? സച്ചു, ഞാൻ ഒന്ന് പറഞ്ഞേക്കാം. നീ റൊമാൻറ്റിക് ആവുന്നതൊക്കെ എനിക്ക് ഇഷ്ടമുള്ള കാര്യം തന്നെയാ. ബട്ട് ഈ പരിസരം മറന്നുള്ള നിന്റെ ഈ റൊമാൻസ് ഉണ്ടല്ലോ, അത് ഇന്നത്തോടെ നിർത്തിക്കോളാം. അത് കൊള്ളാം. നീ ഫുൾ ടൈം പോയി കിച്ചണിൽ കയറി ഇരുന്ന പിന്നെ ഞാൻ എന്ത് വേണം? എനിക്ക് കാണണം തോന്നി, വന്നു, കണ്ടു. കീഴടക്കാൻ പറ്റിയില്ല, അത് സാരമില്ല, ഇപ്പൊ കീഴടക്കാലോ. ഒരു കൊട്ട് വെച്ച് തന്നാലുണ്ടല്ലോ, നാശത്തിലേക്കാ നിന്റെ പോക്ക്. ഇത്തിരി നശിഞ്ഞാലും കുഴപ്പമില്ല, ഞാൻ നിന്നെ കൊണ്ടേ പോകൂ. സച്ചു, ഞാൻ കിച്ചണിൽ നിന്ന് വന്നതാ. ഉച്ചക്കത്തെ ഊണ് സെറ്റ് ആവണമെങ്കിൽ കമലാമ്മ മാത്രം വിചാരിച്ചാ പറ്റില്ല. പോപ്പ് എന്നാ ഒരു കിസ്സെങ്കിലും തന്നിട്ട് കൂടി. ഈ ചെറുക്കനെ കൊണ്ട് തോറ്റല്ലോ. 1 kiss, not more than that. സച്ചു മതി. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ, എന്നെ മറന്നോ? എന്തോ ആടി തന്നെ. മോൻ ഇപ്പൊ തൽക്കാലം ഇവിടെ ഇരിക്കും. അല്ലെങ്കിൽ അങ്ങ് കിച്ചണിലോട്ട് വാ, കുറച്ച് പാത്രം കഴുകി വെക്കാനുണ്ട്. സച്ചു വാ, റെഡിയാവ്. കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്, പുറത്തു പോണം. ഇന്നോ? എനിക്കൊന്നും വയ്യ. വാ സച്ചു, വാ. അപ്പോഴേക്കും പിണങ്ങിയോ? എവിടെ എന്നെ അങ്ങോട്ടേക്ക് പോകണ്ടേ? പറ. അതൊക്കെ പറയാം. നീ വേഗം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യും. നീ ചേഞ്ച് ചെയ്യുന്നില്ലേ? അച്ചോടാ, എന്തൊരു പൂതി. ഞാനേ കുളിക്കാൻ പോവാ, അവിടെ നിന്ന് ചേഞ്ച് ചെയ്തോളാം. വേണമെങ്കിൽ ഒരു കൂട്ടിന് ഞാനും വരാം. ഓ വേണ്ട. ഹായ് സച്ചു, നോക്ക് എത്ര വെറൈറ്റി ആയിട്ടുള്ള പാത്രങ്ങളാ. നീ വാങ്ങാനുള്ളത് മുഴുവൻ വാങ്ങിയില്ലേ? വാ, ഇനി പോവാം. ഹായ് സച്ചു, നിൽക്കുമ്പോ സൗണ്ട് ഉണ്ടാക്കുന്ന പാവ. ഇത് വാങ്ങാം, മായക്ക് കൊടുക്കാം. ഓ, ഈ പെണ്ണിനെ കൊണ്ട് ഇങ്ങോട്ട് വാടി. എന്താണ് നിന്റെ മുഖത്ത് അട്ട അടിച്ചോ? എന്താ? അല്ല, വീർത്തിരിക്കുന്നു. ഓഹോ, വഴക്കാണോ? എന്ന് ഞാനും വഴക്കാം. അയ്യേ, നാണമില്ലല്ലോ ഇത്രയും കാണുപോലെയായിട്ട് വഴക്കിട്ട് കളിക്കാൻ. വേണ്ട, നീ ഒന്നും പറയണ്ട. സച്ചു സച്ചു, ഇതിനിടെ ഇവിടെ കിടന്നു വന്നു. ശ്രവ കാണിച്ച് പാടി. നെഞ്ചിൽ നീ തന്ന കായം
നിനക്ക് എന്താടി വേണ്ടി പറ്റിയേ? നാഴികക്ക് 40 വട്ടം പരിസരം നോക്കണമെന്ന് പറഞ്ഞ നീ തന്നെയാണോ ഇത്? അതെ, എന്താ? നീ ഒറ്റക്കാ? നീ എന്താ വേണ്ട ഇവിടെ? എനിക്കെന്താ വന്നൂടെ? അല്ല, കമലാമ്മയെ കാണുന്നില്ല. കമലാമ്മ അമ്പലത്തിൽ പോയി. അമ്പലത്തിൽ പോയോ? സച്ചു, എന്താ? ഞാനിതൊന്ന് ചെയ്തോട്ടെ? ചെയ്തു, വേണേ ഞാൻ സഹായിക്കാം. ഡീ, ഇന്നലെ രാത്രി നീ എൻജോയ് ചെയ്തായിരുന്നു. മിണ്ടരുത് വൃത്തികെട്ടവൻ. എന്നാൽ ഞാൻ എൻജോയ് ചെയ്തു ഒരുപാട്. സച്ചു, അതെ, ഈ മൂടാവുന്നതിന് ഒരു നേരവും കാലവും ഒക്കെ ഉണ്ട്, മനസ്സിലായോ? ഓ പിന്നെ, ഞാൻ ഫുൾ ടൈം മൂടില്ല. നിന്നെ ഒന്ന് കിട്ടിയാൽ മതി. സച്ചു, നീ എന്നെ കൂടി കഷ്ടത്തിലാക്കരുത്. നീ പിന്നെ എന്തിനാ കാറിൽ വെച്ച് എന്നെ കിസ് ചെയ്തേ? അത് ഒന്നും പറയണ്ട. എനിക്കിനി മതിയായിട്ടില്ല നോട്ടി. പ്ലീസ്, നൈറ്റ് വരെ ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കാൻ എന്നെ കൊണ്ടാവൂല. ഇനി എനിക്ക് സഹിക്കാൻ പറ്റില്ല. അനു, എടി അനു. സച്ചു വിട്, മായ. ഇവൾക്ക് എന്തിന്റെ കേടാ? നീ പോണ്ട. സച്ചു കൊച്ചു പിള്ളേരൊക്കെ ആവല്ലേ? കൊലയായിട്ട്. എന്താ മായി? നീ ഈ മുറി അടച്ചുകൂട്ടി എന്ത് ചെയ്യുക? മതി സ്നേഹിച്ചത് മനുഷ്യൻ ഇവിടെ മാലിന് തീ പിടിച്ചിരിക്കുമ്പോഴാ. എന്താ മായ? ഒന്നുമില്ല ഏട്ടാ, ഞാൻ അനുവിനെ ഒന്ന് കൊണ്ടുപോവാ. ഇപ്പൊ വിടാം. എന്താ മായി? ഇവിടെ ഇത്രയും നാൾ ഇമാതിരി കോലാഹലങ്ങൾ നടക്കുന്ന കാരണം ഞാൻ പറയാതിരുന്നേ. പിന്നെ നീ ഇവിടെ ഇല്ലായിരുന്നല്ലോ. മായി, നീ കാര്യം പറ. എന്നെ ഒരുത്തൻ കുറെ നാളായി ശല്യപ്പെടുത്തുന്നു. ശല്യപ്പെടുത്തിയെന്നോ? ആരാണത്? അയ്യോ മണ്ണപതി, പതുക്കെ. സച്ചേട്ടൻ കേട്ട എന്താ ഉണ്ടാവാന്ന് അറിയാലോ. എന്താ കാര്യം നീ തെളിച്ചൊന്ന് പറഞ്ഞേ. ഞാൻ പോകുന്ന ബസ്സിൽ സ്ഥിരം ഉണ്ടാകും അവൻ. ഏതോ കോപ്പിലെ എക്സിന്റെ മോന്തയായിരിക്കും പറഞ്ഞു പുറകെ നടക്കാൻ തുടങ്ങിയിട്ട് നാളുകളായി. തേടി പട്ടി. ഇതിനിപ്പോ ഞാനെന്ത് വേണം? എനിക്കറിയൂല. നിനക്ക് അവനെ ഇഷ്ടമാണോ? ഇഷ്ടമോ? എനിക്കോ? ആ പോന്തനെയോ? എനിക്കൊന്നും ഇഷ്ടമല്ല. മായേ, സത്യം പറ, നിനക്ക് ഇഷ്ടമല്ലേ? ഒന്ന് പോടി അനു. ആള് കാണാനെങ്ങനാ? കാണാനൊരു ചന്തമൊക്കെ ഉണ്ട്. ഇപ്പൊ പിടികിട്ടി. എന്റെ മായ മോളുടെ മനസ്സിന് ഒരിളക്കം തട്ടിയിട്ടുണ്ട്. ബട്ട് എന്തോ ഒന്ന് നിന്നെ പിന്നോട്ട് വലിക്കുന്നുണ്ട്. അങ്ങനെ ഒന്നും ഇല്ല. എനിക്കിഷ്ടമല്ല ആ പൊട്ടനെ. ഇഷ്ടമല്ലേ? ഞാൻ പറയട്ടെ, നിനക്ക് ഇഷ്ടമുണ്ട്. ബട്ട് അവന്റെ എക്സിന്റെ ഫേസ് ആണെന്ന് വെച്ച് നിന്നെ ഇഷ്ടപ്പെടുന്നതാണ് നിന്റെ പ്രശ്നം. അനു, നീ ഒന്നും പറയണ്ട. ഞാൻ സച്ചേട്ടനോട് പറയട്ടെ ഇത്. അയ്യോ വേണ്ട അനുമോളെ, സച്ചേട്ടൻ അറിഞ്ഞാ പിന്നെ അവൻ ശവമാ.
എന്താ പ്രശ്നം? അത് സച്ചു ഒന്നുമില്ല സച്ചേട്ടാ, ഞങ്ങൾ ചുമ്മാ. സച്ചു നീ മിണ്ടാതിരിക്കെ. ഏതോനെ പറ്റിയാ നീ ഇവളോട് പറഞ്ഞോണ്ടിരുന്നേ? മായ നിന്നോടാ ചോദിച്ചേ? അത് അത് ഞാൻ പോകുന്ന ബസ്സിൽ എന്നെ ശല്യപ്പെടുത്തുന്നു. ശല്യപ്പെടുത്തിയെന്നോ? ഈ സച്ചിന്റെ പെങ്ങളെ ശല്യപ്പെടുത്താൻ മാത്രം ധൈര്യമുള്ള ഏതാണ് എവിടെയുള്ള? സച്ചു, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. വിടരു. മായ, അവന്റെ പേരെന്താ? എനിക്കറിയില്ല സച്ചേട്ടാ. സച്ചു സച്ചു മായ, അവൾക്ക് അവനോട് എന്തോ ചെറിയ ഇഷ്ടമുണ്ട്. ഇഷ്ടമോ? നേരാണോടി? നീ നേരാണോന്ന്? ഓഹോ, എന്റെ പെങ്ങളെ മയക്കാൻ മാത്രം പോകുന്നവൻ ആരാന്ന് എനിക്കൊന്നും അറിയണം. നാളെ കാണുമ്പോ അവനോട് എന്നെ വന്ന് കാണാൻ പറ. ബാക്കിയൊക്കെ അപ്പോ. സച്ചേട്ടാ, അവനു ഇനി എന്ത് ചെയ്യും? എന്ത് ചെയ്യാൻ? നീ അവനോട് ഇങ്ങോട്ട് വരാൻ പറ. അല്ലെ സച്ചു നേരിട്ട് ചെല്ലും. പിന്നെ എന്താ ഉണ്ടാവാന്ന് അറിയാലോ. I can't feel no better. അനിമോളെ, ദേ അതാ. എടാ ക്രിസ്റ്റി, നീ എന്താ അവിടെ പോയി നിൽക്കണേ? ഞാനെവിടെ പോയെന്ന്? ഞാൻ നിന്നെ പുറകിലുണ്ടടാ പൊട്ട. What's this knob do? സമബോധയാകുത് അവ ഷേപ്പ് അഴക്, അവ ലുക്ക് അഴക്, അവ സ്റ്റെപ്പ് അഴക്, അവ ഹിപ്പ് അഴക്. അപ്പോ അത് എടാ മോനെ, ഇത് മറ്റവനാടാ. മറ്റവനാ? ഏതവൻ? എടാ അവനാ ഓദറിന്റെ പെറ്റ് സച്ചിൻ. അത് ഇവനായിരുന്നു. എന്നാലും ആ പരട്ട ഓദർ ഈ കൊലത്തിൽ നമ്മളോട് ചെയ്തല്ലോടാ. ഒരു സ്പെഷ്യൽ പാർട്ട് മാത്രമേ നമ്മൾ ചോദിച്ചുള്ളൂ. അതിനെ കാലമണന്റെ മുന്നിൽ കൊണ്ടുവന്ന് തന്നെ തളാണായിരുന്നു. നീ പേടിക്കണ്ടടാ, സച്ചിനല്ലേ? സച്ചിൻ ടെണ്ടുൽക്കർ ഒന്നും അല്ലല്ലോ. ഈ ക്രിസ്റ്റി നോക്കിക്കോളല്ല. ഓ മിണ്ടാതിരിയുടെ പൊട്ട, മുട്ടാൻ പോകുന്നു. നീ ചെന്ന് കേറി കൊടുക്ക്. അവനൊരു പൂതൂടിയ അപ്പുറത്തെ പറമ്പിൽ പോയി കിടക്കും നീ. പ്രഭാകരാ, എടാ അവന് ഫാൻസ് കൂടുതലുണ്ട്. അല്ലാതെ നമ്മളെ പോലെ അവളെന്നാ വന്ന് നമ്മളെ പഞ്ഞിക്കിടും, മനസ്സിലായോ? ആ ബെഞ്ചമിന്റെ ഇറക്കിന്റെ മുന്നിലേക്ക് ഇറക്കി വിട്ടെങ്കിൽ രണ്ടെണ്ണം അടിച്ച് സൊറേ പറഞ്ഞിരിക്കായിരുന്നു. എന്തേ ആവശ്യമില്ലാതെ ആ പെണ്ണിന്റെ പുറകെ പോയിട്ടല്ലേ? അവന്റെ ഒരു അച്ഛശ്വരി. നീ എന്തിനാ പേടിക്കണേ? നിനക്ക് അവളെ വേണമെങ്കിൽ സച്ചിനായാലും ബച്ചനായാലും നേരിട്ടേ പറ്റൂ. നിനക്ക് അതൊക്കെ പറയും. തല്ലുകൊണ്ട് ചാവേണ്ടത് ഞാനല്ലടാ പട്ടി. നീ പേടിക്കണ്ടടാ, ഞാനില്ല നിന്റെ കൂടെ. അതാണ് എന്റെ പേടി. എനിക്ക് ബലമായ സംശയമുണ്ട് നീ കാരണമായിരിക്കും ഞാൻ കൂടുതൽ തല്ലുകൊള്ളാൻ പോകുന്നതെന്ന്. പ്രിൻസേ, നെഞ്ചിൽ കുത്തുന്ന വാക്കുകൾ ആരുത്. മോങ്ങല്ലേടാ, പിന്നെ അവസരം വരും. നമ്മൾ എന്ത് ചെയ്യും മല്ലയ്യ? എന്ത് ചെയ്യാൻ? ആ ഓദർ അവിടെ പനിച്ച് കൊലച്ചൊരു മൂലക്ക് കിടക്കുക. അതിന് പിന്നെ നമുക്ക് കൊടുക്കാം. ഇപ്പോ നെഞ്ചു പിരിച്ചങ്ങ് നിന്നോ. നമ്മൾക്ക് പേടിയുണ്ടെന്ന് അവൻ മനസ്സിലാക്കണ്ട. ഇതിവിടെ സച്ചി ഫാൻസ് വേഴ്സസ് പ്രിൻസ് ആൻഡ് ക്രിസ്റ്റി ഫാൻസ് തമ്മിലുള്ള അംഗം നടക്കാൻ പോവാ. വാ, സ്റ്റോറിയിലേക്ക് കയറാം. ഹലോ ഹലോ പെണ്ണല്ല വണ്ട
பூந்தோட்டம் கொட்டட்டும்